ഹലോ, എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ മൗനരാഗത്തിൻ്റെ ഒറിജിനൽ എപ്പിസോഡാണ്. ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് സീരിയലിൽ ഈ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ട് അറിയാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് മുത്തശ്ശിയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ വരുന്ന വിരുന്നുകാർക്കായിട്ട് അടിപൊളി സദ്യ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൻ്റെ അമ്മ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് പ്രകാശന് ചെറിയൊരു വിഷമം വരികയാണ്. പ്രകാശൻ പറയാണ്, അമ്മേ ഞാൻ അമ്മയെ സഹായിക്കാമെന്ന് പറയാണ്. അപ്പോഴത്തേക്കും മുത്തശ്ശി പറയാണ്, എടാ നീ ഈ വീട്ടിലെ ഗൃഹനാഥനാണ്, നീ ആദ്യം പോയി റെഡിയായിട്ട് നിൽക്ക്, അല്ലെങ്കിൽ അവരൊക്കെ വരുമ്പോൾ ഗൃഹനാഥൻ ഇങ്ങനെ പണിയെടുക്കുന്നത് കാണുന്നത് അത്ര നല്ലതൊന്നുമല്ല. പിന്നെ ഞാൻ എല്ലാ സാധനവും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിരിക്കുന്നു, അടപ്രഥമം വരെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത സീനിൽ നമ്മുടെ വിക്രത്തിനെയാണ് കാണിക്കുന്നത്. വിക്രമാണെങ്കിലോ കറിയുടെയൊക്കെ ആ ഒരു സ്മെല്ല് കേട്ടിട്ട് വിക്രത്തിന് സഹിക്കാൻ പറ്റുന്നില്ല, കൊതി വരികയാണ്. വിക്രം അടുക്കളയിലേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കുകയാണ്, എൻ്റെ മുത്തശ്ശി ഇന്നെന്താണ് സദ്യയാണ് ഒരുക്കിയിരിക്കുന്നത്, എന്തൊരു മണമാ, ഈ മണം കേട്ടിട്ട് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല മുത്തശ്ശി. അപ്പോഴേക്കും മുത്തശ്ശി മറുപടി പറയാണ്, മുത്തശ്ശിയുടെ കൈപുണ്യത്തിൻ്റെ കാര്യം പ്രത്യേകം ഞാൻ നിന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ, സദ്യ മാത്രമല്ലടാ, ഇതേ നോൺ വെജും ഒക്കെ കൂട്ടിയിട്ടുള്ള ഒരു ഗംഭീര സദ്യയാണ് ഒരുക്കിയേക്കണേ. കാരണം ശരണ്യ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കൂടാതെ മുത്തശ്ശി വിക്രത്തോട് പറയാണ്, നിൻ്റെ ഭാര്യയ്ക്ക് ഇനിയും കുറേ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ട് വാ, നമുക്കൊരു ഗംഭീര സദ്യ ഒരുക്കാം. അപ്പോൾ ഒരുക്കുന്ന കൂട്ടത്തിൽ നമുക്കും വായ്ക്ക് രുചിയായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാമല്ലോ. ഇത് കേട്ട ഉടനെ തന്നെ വിക്രത്തിന് ചിരി വരാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് ആൽബീനെയും സോണിയയാണ് കേട്ടോ. അപ്പോൾ അവർ നമ്മുടെ കിരണിൻ്റെയും കല്യാണിയുടെയും വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ വിരുന്നിന് ക്ഷണിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ വീട്ടിൽ വന്നിറങ്ങുന്നത് അപ്പുറത്ത് നിന്നുകൊണ്ട് നമ്മുടെ സരയും ഷാരിയും കാണുന്നുണ്ട്. അപ്പോൾ സരയുനും ഷാരിക്കും ഇവരെ കണ്ടിട്ട് ഒട്ടും ദഹിക്കുന്നില്ല കേട്ടോ. മോളെ സരയു, നിൻ്റെ പേരിലേക്ക് എല്ലാ സ്വത്തുക്കളും ആക്കാൻ നിൻ്റെ അച്ഛൻ എന്തോരം കഷ്ടപ്പെട്ടു, പക്ഷേ അതിന് നിനക്ക് ഭാഗ്യമില്ലാതെ ആയിപ്പോയി. ഇതൊക്കെ ചെല്ലേണ്ടടുത്ത് തന്നെ ചെന്നു. ഇപ്പോൾ ഇവക്ക് ഇത്ര നല്ലൊരു ജീവിതം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണോ? കിട്ടിയപ്പോഴാണെങ്കിൽ സോണിക്ക് കിട്ടിയേക്കണ കണ്ടില്ലേ, നല്ലൊരു മിടുക്കൻ ചെക്കൻ. ഇത് കേട്ട ഉടനെ തന്നെ സരയു പറയാണ്, ഇവളൊക്കെ എത്ര കാലം ഇയാളുടെ കൂടെ ജീവിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അമ്മേ. എൻ്റെ ആകെ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് ഇവളെങ്ങാനും ഓടിച്ചാടി അമേരിക്കയിലേക്ക് വരുമോ, ഇനി ഞങ്ങളുടെ താമസിക്കുന്ന എൻ്റെ അടുത്ത് തന്നെ ഇവർ താമസിച്ചാൽ എന്ത് ചെയ്യും അമ്മേ? അപ്പോഴത്തേക്കും ഷാരി പറയാണ്, ചിലപ്പോൾ സാധ്യതയുണ്ടടി, ചിലപ്പോൾ അടുത്തല്ലെങ്കിൽ പോലും അവൾ നിങ്ങളെ പ്രത്യേകമായിട്ട് ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് വീട് വാങ്ങാനോ വെക്കാനോ ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അവൾ അങ്ങനെ ഒരു സ്വഭാവക്കാരിയാണ്. ഷാരി ഒന്നുകൂടെ പറയാണ്, ഇനി നമ്മൾ അമേരിക്കയിൽ പോയാലും നമുക്ക് രക്ഷയുണ്ടെന്ന് തോന്നുന്നില്ല, ഇവളെ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഇവർ അമ്മയും മോളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പും കുന്നായ്മയൊക്കെ പറയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് കിരണിനെയും കല്യാണിനെയും ആൽബീനെയും സോണിയാണ്. എല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേസമയം തന്നെ നമ്മുടെ കല്യാണി പറയാണ്, അല്ല നമ്മളാണ് അവിടേക്ക് പോകുന്നതെന്നുള്ളത് ഒരിക്കലും വിക്രത്തിന് അറിയില്ല. മുത്തശ്ശിയെ കൊണ്ട് ശരണ്യ നല്ല ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും മുത്തശ്ശിയുടെ കൈപ്പുണ്യം അതിഗംഭീരമാണ്. എന്നെയും പാചകം പഠിപ്പിച്ചത് മുത്തശ്ശി തന്നെയാണ്. ഇന്നെന്തായാലും നല്ല കുശാലായിട്ടുള്ള ഫുഡ് തന്നെയായിരിക്കുള്ളൂ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ആൽബിയും സോണിയും ചോദിക്കുകയാണ്, അല്ല നമ്മളിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രകാശനും അതുപോലെ തന്നെ വിക്രം ഉണ്ടാക്കുമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും കല്യാണി പറയാണ്, എന്തിന് പ്രശ്നം ഉണ്ടാക്കാൻ? അവരൊരു പ്രശ്നം ഉണ്ടാക്കില്ല. എന്തായാലും അവിടെ ശരണ്യാണല്ലോ ഉള്ളത്, ശരണ്യ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കും. എന്തായാലും നമ്മൾ അവിടെ ചെന്നിരിക്കും, അവരെ പേടിപ്പിച്ചിരിക്കും, നമ്മൾ അന്തസ്സായിട്ട് ഫുഡും കഴിച്ച് തിരിച്ചു വരും. ആദ്യം എന്തായാലും ആൽബിയും അതുപോലെ തന്നെ സോണിയും കൂടെ പോകും, ഞങ്ങൾ പുറകെ വരാം എന്ന് പറയാൻ കേട്ടോ ഇവർ. അടുത്ത സീനിൽ വിക്രത്തിനെയാണ് കാണിക്കുന്നത്. വിക്രം മുത്തശ്ശിയുമായിട്ട് സംസാരിച്ച് അതിൻ്റെ മണമൊക്കെ പിടിച്ച് ആ കറിയുടെ ചുറ്റിനും ഇങ്ങനെ നടക്കുക. അതേസമയം തന്നെ ശരണ്യ അവിടെ വരികയാണ്. വിക്രത്തിനോട് പറയാണ്, എൻ്റെ ഫ്രണ്ട്സാണ് വരുന്നത്, അവർ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഉമ്മറത്ത് തന്നെ കാണണം, വാ എൻ്റെ കൂടെ, നമുക്ക് അവരെ വരവേക്കാനായിട്ട് ഉമ്മറത്ത് നിന്ന് നിൽക്കാമെന്നും പറഞ്ഞുകൊണ്ട് ശരണ്യ വിക്രത്തിനെ വിളിച്ചിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വണ്ടിയുടെ ഒച്ച കേട്ടതും ശരണ്യ പറയാണ്, വിക്രം വേഗം വാ, എൻ്റെ ഫ്രണ്ടും അവളുടെ ഭർത്താവും കൂടെ വന്നിട്ടുണ്ട്, വേഗം വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു വിക്രത്തിന്, ആരായിരിക്കും ഇവളുടെ ഫ്രണ്ട്, ഒന്ന് കാണണമല്ലോ എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ വിക്രം വന്ന് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വിക്രത്തിൻ്റെ നെഞ്ച് തകർന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവൻ്റെ ആദ്യ ഭാര്യയും ആൽബിയും ആണ് അവിടെ വന്ന് നിൽക്കുന്നത്. സിന്ദൂരമൊക്കെ തൊട്ട് നല്ല സുന്ദരിയായിട്ട് വന്ന് നിൽക്കുന്ന തൻ്റെ ഭാര്യയെ കണ്ട് വിക്രം ആകെക്കൂടെ വല്ലാതെയായി പോവാണ് കേട്ടോ. വിക്രത്തിൻ്റെ പ്ലാനുകളൊക്കെ അവിടെ ഫ്ലോപ്പായി എന്നുള്ള വിക്രത്തിന് മനസ്സിലാവുകയാണ്. പക്ഷെ ശരണ്യ നിൽക്കുന്നത് കൊണ്ട് തന്നെ വിക്രത്തിന് അതിനെ പ്രതികരിക്കാനോ എന്തെങ്കിലും ഒന്ന് പറയാനോ സാധിക്കുന്നില്ല. അതേസമയം തന്നെ വിക്രത്തിനോട് ശരണ്യ പറയാണ്, ഇതെൻ്റെ ഫ്രണ്ട്, അവളുടെ ഭർത്താവാണിത്, അതുപോലെ തന്നെ തിരിച്ച്
അവരോട് വിക്രത്തെ പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് എൻ്റെ ഭർത്താവ്, വിക്രം എന്നാണ് പേര്, വിക്രമാദിത്യൻ എന്നാണ് ശരിക്കുള്ള പേര് എന്നൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. സോണിയുടെ മുഖത്താണെങ്കിൽ വിക്രത്തിൻ്റെ നേരെ നോക്കിയൊരു പുച്ഛഭാവത്തിൽ സോണി ഇങ്ങനെ നിൽക്കുകയാണ്. സോണിയുടെ മുഖത്തെ ആ ഒരു ഭാവം കണ്ടിട്ട് വിക്രത്തിനാണെങ്കിൽ ആകെ കൂടെ ഒരു ഇളിഭ്യനായൊരു അവസ്ഥയിൽ വിക്രവും നിൽക്കുകയാണ് കേട്ടോ. വിക്രത്തിൻ്റെ ഉള്ളിലാണെങ്കിലും പലതരത്തിലുള്ള ചോദ്യങ്ങൾ പോവാണ്. അല്ല, താൻ ആൽബിയോട് പറഞ്ഞതാണല്ലോ ഇവളെക്കുറിച്ച് അനാവശ്യങ്ങൾ, ആൽബി പറഞ്ഞതാണല്ലോ കൊട്ടാരക്കരയിലോ ഒരു പെണ്ണുമായിട്ട് എൻ്റെ കല്യാണം ഉറപ്പിച്ചതാണെന്ന്, പിന്നെ ഇതെന്ത് സംഭവിച്ചു? അല്ല, ശരണ്യയുടെ സുഹൃത്താണോ നമ്മുടെ സോണി? ഇവർ തമ്മിലെങ്ങനെ ഫ്രണ്ട്ഷിപ്പായി? ആകെ കൂടെ കൺഫ്യൂഷനായിരിക്കുകയാണ് വിക്രത്തിന്. ഇവിടെ ഇതെന്താണ് സംഭവിക്കുന്നത്? ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത കൂടെ വിക്രത്തിന് വരികയാണ് കേട്ടോ. ആകെ തരിച്ച അവസ്ഥയിൽ വിക്രം ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ശരണ്യാണെങ്കിൽ അവരോട് പറയുകയാണ്, നിങ്ങൾ വാ കയറിയിരിക്കുക, നിങ്ങളൊരു കാര്യം ചെയ്യേ, എൻ്റെ ഹസ്ബൻഡിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, അടുക്കളയിൽ മുത്തശ്ശിയും അച്ഛനും ഒക്കെ ഉണ്ട്, അവരെ വിളിച്ചിട്ട് വരാം, പരിചയപ്പെടുത്താം എന്നും പറഞ്ഞുകൊണ്ട് ശരണ്യ അവരെ വിളിക്കാനായിട്ട് പോവാണ്. അതേസമയം തന്നെ സോണി നേരെ വിക്രത്തിന് നേരെ വരികയാണ്. എന്നിട്ട് വിക്രത്തിനോട് ചോദിക്കുകയാണ്, നീ കണ്ടല്ലോ എൻ്റെ കല്യാണം കഴിഞ്ഞു, നീ ആൽബിയേട്ടനോട് എന്തൊക്കെയോ കാര്യങ്ങൾ എന്നെക്കുറിച്ചും കുഞ്ഞിനെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, നീ എന്താ വിചാരിച്ചത്? ആൽബിയേട്ടനോട് അങ്ങനെ പറയുമ്പോൾ ആൽബിയേട്ടൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറുമെന്നോ, ഞങ്ങളുടെ കല്യാണം നടക്കില്ലാന്നോ, ഇങ്ങനെയൊക്കെയാണോ നീ വിചാരിച്ചത്? പക്ഷെ അതൊക്കെ തെറ്റിപ്പോയി. ആൽബിയേട്ടൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എന്നെ നന്നായിട്ട് ആൽബിയേട്ടൻ അറിയാം, അതുകൊണ്ട് തന്നെ നിൻ്റെ എല്ലാ പ്ലാനുകളും തെറ്റി എന്ന് വിക്രത്തിനോട് പറയാൻ കേട്ടോ. വിക്രത്തിനാണെങ്കിൽ എന്ത് പറയണമെന്നോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നൊന്നും മനസ്സിലാകുന്നില്ല. കാരണം ശരണ്യേനൊരു പേടിയുണ്ട്, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി ശരണ്യെ അടിച്ച് പുറത്താക്കും എന്നുള്ളത് വിക്രത്തിനറിയാം. അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ വിക്രം ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതേസമയം തന്നെ സോണി പറയാണ്, ഞാനിവിടെ ഈ നിമിഷം വന്നത്, ഈ ഒരു വേഷത്തിൽ വന്നത് നിന്നെ കാണാൻ വേണ്ടി തന്നെയാടാ. നീ എൻ്റെ ജീവിതം കണ്ട് വിഷമിക്കണം, ഞാനിങ്ങനെ മറ്റൊരാളെ വിവാഹം കഴിക്കുന്നത് കണ്ട് നീ വേദനിക്കണം. നിന്നെപ്പോലെയുള്ള സ്വഭാവക്കാരല്ല മറ്റുള്ള ആണുങ്ങൾ. ഇദ്ദേഹം നീ കരുതിയ പോലെയല്ല, ഇദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്, ഇദ്ദേഹം എന്നെയും കുഞ്ഞിനെ ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത് എന്നൊക്കെ പറയാനേട്ടോ. അടുത്ത സീനിൽ പിന്നെയും ശരണ്യാണ് കാണിക്കുന്നത്. അപ്പോൾ ശരണ്യാണെങ്കിൽ അടുക്കളയിൽ ചെന്നിട്ട് മുത്തച്ഛനെയും അച്ഛനെയും വിളിക്കുകയാണ്. അച്ഛാ, മുത്തശ്ശി വേഗം അങ്ങ് പോന്നേ, എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങളവരെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും പ്രകാശനാണെങ്കിലോ ആകെ കൂടെ മുഷിഞ്ഞ് നാറി ഇങ്ങനെ നിൽക്കുകയല്ലേ. അപ്പോഴത്തേക്കും മോളെ, ഈ ഒരു വേഷത്തിൽ അച്ഛനെ അവർ കാണണ്ട, മുഷിഞ്ഞ് നാറി നിൽക്കുകയല്ലേ, ഞാൻ പോയി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ശരണ്യ പറയാണ്, അയ്യോ അച്ഛ, ഡ്രസ്സ് ഒന്നും ചേഞ്ച് ചെയ്യണ്ട, അവർക്കറിയാം അച്ഛൻ ആരാണെന്നുള്ളത്. പിന്നെ അത് തന്നെയല്ല, അച്ഛൻ ഈ വീട്ടിലെ മുതിർന്ന ആളായത് കൊണ്ട് തന്നെ അവരച്ഛന് വേണ്ട തരത്തിലുള്ള റെസ്പെക്റ്റും തന്നോളും. എൻ്റെ ഫ്രണ്ടിന് അങ്ങനെയൊന്നുമില്ല, വാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവാട്ടോ. അപ്പോൾ ഇവർക്കും എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, ആരാണ് വധുവും നവവരനും എന്നറിയാൻ. വധനായിപ്പോയി, സോറി. അങ്ങനെ പ്രകാശം വന്ന് നോക്കുമ്പോൾ ആരാണത്? നമ്മുടെ സോണിയും ആൽബിയും. ഇത് കണ്ട ഉടനെ തന്നെ പ്രകാശനാകെ വിറച്ചതുപോലെ ആയിപ്പോയി. കാരണം ഇവൻ പറഞ്ഞല്ലോ ആൽബിയുടെ കല്യാണം വേറൊരു പെൺകുട്ടിയായിട്ട് കഴിഞ്ഞു എന്നൊക്കെ, ഇവൻ കല്യാണം മുടക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പോൾ എന്തായി? എല്ലാ തരത്തിലും പ്ലാനുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞല്ലോ ദൈവമേ, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള രീതിയിൽ, എന്ത് ചെയ്യണമെന്നുള്ള രീതിയിൽ പകച്ച് പ്രകാശം നിന്ന് പോവുകയാണ്. അതേസമയം തന്നെ മുത്തശ്ശിയുടെ അവസ്ഥയും ഇത് തന്നെയാണ്. എന്ത് ചെയ്യണം? ഇവർക്ക് വേണ്ടിയിട്ടാണല്ലോ താൻ ഇത്രയും നല്ല സദ്യയൊക്കെ ഒരുക്കി തൻ്റെ സമയവും അധ്വാനമൊക്കെ പാഴാക്കിയത്. അവർക്കും എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും ഇവരെയൊക്കെ കാണുമ്പോൾ സോണിക്കും അതുപോലെ തന്നെ ആൽബിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷവും ഇവരുടെ മുഖത്തേക്ക് നോക്കിയൊരു പുച്ഛഭാവവും അവർക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശരണ്യ ഇവരെയൊക്കെ പരിചയപ്പെടുത്താണ്, ഇത് അച്ഛനും മുത്തശ്ശി എന്നൊക്കെ പരിചയപ്പെടുത്താണ്. അപ്പോഴത്തേക്കും സോണി പറയാം, ഇവരെയൊക്കെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്, പരിചയമുണ്ടെന്ന് പറയാണ്. അതേസമയം തന്നെ ശരണ്യ പറയാണ്, ഈ മുത്തശ്ശിക്ക് ഭയങ്കര കൈപ്പുണ്യ, നിങ്ങൾക്ക് വേണ്ടി ഒരു ഗംഭീര സദ്യ തന്നെ മുത്തശ്ശി ഒരുക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ സോണി പറയാണ്, സദ്യയൊക്കെ നമുക്ക് കഴിക്കാം, പക്ഷെ 2 പേര് കൂടെ വരാനുണ്ട്, അവരും കൂടെ ഒന്ന് വരട്ടെ എന്ന് പറയാൻ കേട്ടോ. അതേസമയം തന്നെ നമ്മുടെ പ്രകാശം ചിന്തിക്കുക, ദൈവമേ, ഈ ദുരന്തങ്ങളെ കൂടാതെ മറ്റു 2 ദുരന്തങ്ങൾ അതാരായിരിക്കും എന്നിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും കാറ് വന്ന് നിൽക്കുകയാണ്. കാറിൽ ആരാണ് എന്നറിയാൻ വേണ്ടി നോക്കുമ്പോൾ ആരാ വന്നിരിക്കുന്നത്? നമ്മുടെ കിരണും കല്യാണിയുമാണ്. ഇവരെ കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ പ്രകാശൻ്റെ ഫ്യൂസ് മുഴുവനും പോയി. പ്രകാശൻ ആകെ കൂടെ വിറങ്ങലിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ്. പ്രതികരിക്കാൻ കൂടെ പറ്റില്ല. എന്തെങ്കിലും ഇപ്പോൾ പറഞ്ഞ ശരണ്യെ അടിച്ച് പുറത്താക്കും എന്നുള്ളത് പ്രകാശൻ അറിയാം. അപ്പോൾ ഇത്രയും വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ.